എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP രണ്ടാം സെമസ്റ്റർ എക്സാം റിസൾട്ട് വന്നു തുടങ്ങിയോ? വാസ്തവം എന്താണെന്നൊക്കെ നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് സംഭവമെന്നും ഏതൊക്കെയാണ് വന്നതെന്നും ഒക്കെ നമുക്കുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങൾ നോക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന്റെ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP രണ്ടാം സെമസ്റ്റർ എക്സാം റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ചില കോഴ്സുകളുടെ റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കോഴ്സുകളുടെയും അല്ല, ചില കോഴ്സുകളുടെ റിസൾട്ട് മാത്രം സ്റ്റുഡൻറ് പോർട്ടലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾ പറഞ്ഞു കിട്ടിയെന്ന്, ചില വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് വന്നിട്ടില്ല എന്ന്. അപ്പം നിങ്ങൾ ഏത് കോഴ്സാണോ ആ കോഴ്സ് റിസൾട്ട് വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. ഇതിനായി വലിയ പണിയൊന്നുമില്ല. നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. FIUGP രണ്ടാം സെമസ്റ്റർ എക്സാം റിസൾട്ട് സ്റ്റുഡൻറ് പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഒന്നാം സെമസ്റ്റർ എക്സാം ഇപ്പോൾ കോളേജിലെ 1, 3, 5 ഓഡ് സെമസ്റ്റർ എക്സാമുകൾ വാല്യുവേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ അതാത് കോളേജുകളാണെങ്കിൽ ഈവൻ സെമസ്റ്റർ എക്സാമുകളായ 2, 4, 6 സെമസ്റ്ററുകൾ വാല്യുവേഷൻ ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. നിരവധി വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു കോളേജ് നോക്കുന്നതാണോ ലിബറൽ, യൂണിവേഴ്സിറ്റി നോക്കുന്നതാണോ ലിബറൽ എന്ന്. മോസ്റ്റ് പ്രോബ്ലം പറഞ്ഞാൽ നിങ്ങളുടെ കോളേജിലെ അധ്യാപകർ നോക്കിയാലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നിയോഗിക്കുന്ന അധ്യാപകർ നോക്കിയാലും എന്തായാലും വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ വലിയ തോതിലുള്ള വലിയ ഓവർ മാർക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യരുത്. കാരണം ഇതൊരു +2 ബേസ്ഡ് എക്സാം അല്ല, ഇതൊരു യൂണിവേഴ്സിറ്റി എക്സാമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഡിഗ്രി പഠന എക്സാമാണ്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും സിൻസിയറായിട്ടും കെയർലെസ് ആയിട്ടും പേപ്പർ നോക്കാനുള്ള സാധ്യതകൾ കുറവാണ്. നിങ്ങളുടെ 1, 3, 5 ഓഡ് സെമസ്റ്റർ എക്സാമുകളുടെ വാല്യുവേഷൻ കോളേജിൽ നിന്നാണെങ്കിൽ 2, 4, 6 ഈവൻ സെമസ്റ്റർ എക്സാമുകളുടെ വാല്യുവേഷൻ നടത്തുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ ചോദിക്കാറുണ്ട്, സാർ എന്താ 1, 2, 3 അല്ലെങ്കിൽ അധികം മാർക്കിട്ട് ജയിപ്പിക്കുമോ എന്നുള്ളത് ചോദിക്കാനുള്ളത് ഓരോ അധ്യാപകരുടെയും ബിഹേവിയർ പോലെ ഇരിക്കും. പിന്നെ അതുമാത്രമല്ല ഈ +2 പോലെയൊന്നും ആയിരിക്കില്ല പേപ്പർ വാല്യുവേഷൻ. കാരണം ഇതൊരു ഡിഗ്രി പ്രോഗ്രാമാണ്. ഡിഗ്രി പ്രോഗ്രാമിൻ്റെ വാല്യുവേഷൻ നടത്തുമ്പോൾ അത്രയ്ക്കും ഉത്തരവാദിത്തത്തോടെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നടത്തേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യരുത്, ഓവർ മാർക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യരുത്. എന്തായാലും ചില കോഴ്സുകളുടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സ്റ്റുഡൻറ് പോർട്ടലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കോഴ്സുകളുടെയും വന്നിട്ടില്ല, ചില കോഴ്സുകളുടെ റിസൾട്ട് മാത്രം യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ FIUGP രണ്ടാം സെമസ്റ്റർ എക്സാം റിസൾട്ടിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP രണ്ടാം സെമസ്റ്റർ എക്സാം റിസൾട്ട് സ്റ്റുഡൻറ് പോർട്ടൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ നെയിം ഇസ് ഹരിത, ഫൗണ്ടർ ഓഫ് സ്ക്രിപ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.